കേരളത്തിലെ പ്രതിപക്ഷത്തിന് എന്ത് പറ്റിപ്പോയി എന്നാണ് കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആരും ചോദിക്കുന്നത്. കാരണം പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം രണ്ടാണ്. പ്രതിപക്ഷ നിരയിൽ CPM നേതൃത്വത്തിൽ LDF ഉണ്ട്. അതിനു പുറമെ BJPയുടെ കരുത്തനായ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു BJP നിയമസഭാ കക്ഷിയുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അതിലുണ്ട്, V മുരളീധരനുണ്ട്. അങ്ങനെയുള്ള കരുത്തന്മാരാണ് BJPയുടെ ഭാഗത്തുള്ളത്. മറുഭാഗത്ത് 35ഓളം പേരുള്ള ഇടതുപക്ഷത്ത് പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവായിട്ട് ആര് വരണം എന്നതിനെക്കുറിച്ച് അവിടെ തമ്മിലടിയാണ്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഏറ്റവും പ്രമുഖ കക്ഷിയിലെ നേതാവ് വരുമ്പോൾ രണ്ടാം കക്ഷിയിലെ ആളുകൾക്ക് ആ ഉപനേതാവ് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ CPI ആ ആവശ്യം പരസ്യമായിട്ട് ഉന്നയിച്ചിട്ടും അത് കൊടുക്കാൻ CPM തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് ആർക്കും അറിയില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം വേണ്ട വിധം ഫലിക്കാത്ത സാഹചര്യത്തിൽ പലപ്പോഴും സഭയിൽ പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ എന്തെങ്കിലും പറയൂ മനുഷ്യ എന്ന് സ്വന്തം പാർട്ടിക്കാർ പരസ്യമായിട്ട് ആക്ഷേപിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സഭയിലൊരു പ്രതിപക്ഷ നേതാവ് ഉപനേതാവായിട്ട് CPIയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അംഗം വന്നാൽ പിന്നെ തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ കടത്തിവെട്ടാൻ ഉപനേതാവ് തയ്യാറാവും എന്ന ഭീതി കൊണ്ടായിരിക്കാം. എന്തായാലും ശരി, CPI ചോദിച്ച ആ പദവി കൊടുക്കാൻ CPM തയ്യാറായിട്ടില്ല. എന്നാൽ CPMൽ നിന്ന് വേറെ ആർക്കെങ്കിലും അത് കൊടുക്കുന്നുണ്ടോ? അവർക്കും കൊടുക്കുന്നില്ല. പക്ഷെ നല്ല നേതാക്കളുണ്ട്, ബാലഗോപാലിനെ പോലുള്ള ആളുകൾ അവിടെയുണ്ട്, പക്ഷേ അവർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവില്ലാതെ വെറും ഒരു പ്രതിപക്ഷ നേതാവും സഭയുമായിട്ട് നടക്കുകയാണ്. മറുഭാഗത്ത് 102, 103 അംഗങ്ങളുമായിട്ട് ഭരണകക്ഷി വലിയ കരുത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാരിനെതിരായിട്ട് നിരനിരയായിട്ട് പല ആരോപണങ്ങളും വന്നു. സാധാരണ നിലയിൽ പുതിയ സർക്കാർ വന്നാൽ 5-6 മാസത്തേക്കെങ്കിലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചുകൊണ്ട് കുറേയൊക്കെ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ടാണ് എല്ലാ പാർലമെൻ്ററി ജനാധിപത്യം നിൽക്കുന്ന രാജ്യങ്ങളിലും അതാണ് പതിവ്. പക്ഷെ കേരളത്തിൽ സഭ തുടങ്ങിയതോടുകൂടി പ്രതിപക്ഷം ആഞ്ഞു വെട്ടാൻ തുടങ്ങി. പക്ഷേ ഓരോ വെട്ടും എന്താ പറയുക, അവനാൻ്റെ തലയിൽ തന്നെയാണ് കൊള്ളുന്നത്. കായംകുളം വാള് പോലെ ഭരണകക്ഷിയെ അറ്റാക്ക് നടത്തിയിട്ട് സ്വയം മുറിവ് ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവം എന്താണ്? മുഖ്യമന്ത്രി സതീശൻ ധനകാര്യമന്ത്രി വകുപ്പിന് ചുമതലക്കാരൻ എന്ന നിലയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ബജറ്റ്. അത് ബജറ്റ് ചർച്ച ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞാലാണ് നിയമം വന്നത്. അതിൽ പറയുന്ന നികുതി നിർദ്ദേശങ്ങൾ, പിന്നെ ഫിനാൻസ് ബില്ലും, അതുപോലെ അതിന് പല ചടങ്ങുകളുണ്ട്. അത് ഘട്ടങ്ങൾ കഴിഞ്ഞാലാണ് നിയമമാകുക. അപ്പം അതിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിർദ്ദേശം വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന മദ്യത്തിന് കേരളത്തിൽ വിൽപ്പനയ്ക്ക് നിലവിലുള്ള 250% എന്ന് പറയുന്ന അതിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു കാറ്റഗറി കൊണ്ടുവന്ന് അതിന് 225, 175% ആക്കാം. വീര്യം കുറഞ്ഞ മദ്യമാണ്. മദ്യം കഴിക്കേണ്ടവർ കഴിച്ചോട്ടെ, എന്നാൽ വീര്യം കുറഞ്ഞത് കഴിച്ചിട്ട് പോയിക്കോട്ടെ. അമിതമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മദ്യമൊന്നും കഴിക്കാതെ ഇത് കഴിച്ചിട്ട് ആളുകൾ പോട്ടെ എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ അത്തരത്തിലുള്ള മദ്യത്തിന് വാങ്ങാനും വിൽക്കാനും ഒക്കെ ആളുകളുണ്ട്, കമ്പനികൾ അതുമായിട്ട് റെഡിയായിട്ട്. സ്വാഭാവികമായിട്ടും 125%, 175% എന്നതിൻ്റെ വീര്യത്തിൻ്റെ കണക്കനുസരിച്ച് ഒരു പുതിയ കാറ്റഗറി ഉണ്ടാക്കി. അത് പ്രഖ്യാപിച്ചു ബജറ്റിൽ. പക്ഷെ അത് നിയമമായിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ബജറ്റിൽ അങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നു. ഉടനടി ചാടിക്കയറി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇത് സതീശനും ബക്കാർഡി കമ്പനിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. ബാംഗ്ലൂരിലെ ബക്കാർഡി കമ്പനി നേരത്തെ കൊടുത്ത കാശിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നികുതി കുറച്ച് കൊടുത്തത് എന്നൊക്കെ പഴയ മന്ത്രി MP രാജേഷ് വലിയ കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിന് അസംബ്ലിയിൽ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങൾ ഇനി അസംബ്ലിയിലൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്ന് പരസ്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. വേറെ ആളുകളെ അയച്ചു. പഴയ എക്സൈസ് മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാര്യത്തിൻ്റെ സംഗതിയുടെ കിടപ്പ് വശം മനസ്സിലായത്. ഈ നിർദ്ദേശം, അതായത് വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന പുതിയ മദ്യ ഇനം കേരളത്തിൽ കൊണ്ടുവരാനും
ഈ കൊണ്ടുവരുന്ന പുതിയ സംഗതിക്ക് ഒരു വ്യത്യസ്തമായ ഒരു നികുതി നിരക്ക് നടപ്പാക്കാനും തീരുമാനമെടുത്തത്, അതിൻ്റെ ഫയൽ നീങ്ങിയത് എം.വി. ഗോവിന്ദൻ എന്ന് പറയുന്ന CPMൻ്റെ സെക്രട്ടറി നേരത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. ആ ഫയല് അങ്ങനെയാണ് ആദ്യമായിട്ട് നീങ്ങാൻ തുടങ്ങി. ആ ഫയലിൻ്റെ തുടക്കക്കാരൻ എം.വി. ഗോവിന്ദൻ. അവർക്ക് അറിയാമായിരുന്നു. ആ ഫയല് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വന്നപ്പോൾ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആ നികുതി പ്രപ്പോസൽ അതിൽ മുമ്പോട്ട് കൊണ്ടുവച്ചു. കാരണം ആ പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ ആരോപണം വന്നപ്പോഴേ അദ്ദേഹം അതിന് ശക്തമായ മറുപടി കൊടുത്തപ്പോൾ ചീറ്റിപ്പോയി. ഇപ്പോൾ ഒരാളും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എന്താണ്? ഇത് തുടങ്ങിയത് എവിടെ എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ഇത് തുടങ്ങിയത് ഗോവിന്ദൻ്റെ കാലത്താണ്, ഇത് തുടങ്ങിയത് CPMൻ്റെ കാലത്താണ്, അവർ ഭരിക്കുന്ന കാലത്താണ്. വെറുതെ അനാവശ്യമായിട്ട് കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വ്യാജ ആരോപണമാണ് അന്ന് ഉന്നയിക്കാൻ ശ്രമിച്ച് തോറ്റുപോയി. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് അദാനിയെ പിടിച്ചുകൊണ്ടുള്ള അദാനിയും NSE എന്ന് പറയുന്ന ഒരു കമ്പനിയും തമ്മിലുള്ള ഓഹരി കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓഹരി കൈമാറ്റം സ്വാഭാവികമായിട്ടും അടിസ്ഥാനത്തിൽ അതിൻ്റെ കേരള ഗവൺമെൻറ്റും അദാനിയും ഉണ്ടാക്കിയ കരാറിൽ എന്താണോ വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ അനുസരിച്ചാണ് അവർക്ക് ഇടപെടാൻ കഴിയുള്ളൂ. അതിന് കോടതിയുണ്ട്, കൃത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദാനി ഓഹരി വിൽക്കാൻ കഴിയുക. പക്ഷെ പ്രശ്നം എന്താണ്? ഉടനടി വന്നു അദാനിയും സതീശനും തമ്മിലുള്ള സ്വകാര്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അദാനിയുടെ കച്ചവടം നടക്കുന്നതെന്ന്. അപ്പം നോക്കുമ്പോഴോ ദേശാഭിമാനിയിൽ വാർത്ത വന്നത് എപ്പോഴാണ്? സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ്. സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പാണ് ഈ തരത്തിലുള്ള ആലോചനകൾ തുടങ്ങിയതെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് സതീശനെ ചൂണ്ടിക്കാട്ടി. അപ്പോൾ പറയുന്നതല്ല, ഞങ്ങളല്ലേ വേറെ ആളുകളാണ്. അപ്പം ഈ തരത്തിൽ ഓരോ വിഷയത്തിലും യഥാർത്ഥത്തിൽ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ മുമ്പോട്ട് വയ്ക്കുക, ആ തരത്തിലുള്ള ആരോപണങ്ങൾ പിന്നീട് പൊതുസമൂഹത്തിൽ ചീറ്റിപ്പോവുക. കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടുമാണ് അസംബ്ലിയിൽ പെരുമാറുന്നതെങ്കിൽ ഈ ആപത്തുണ്ടാവില്ലായിരുന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരൊക്കെയോ പറഞ്ഞതും ആരൊക്കെയോ എഴുതി കൊടുത്തതും വെച്ചിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ പുലിവാലുകളിലേക്ക് പ്രതിപക്ഷം പോകും. പ്രതിപക്ഷം കുറെ കൂടി എന്താ പറയുക, ചാടിക്കേറി കാര്യങ്ങൾ ഇടപെടുമ്പോൾ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന വായിക്കുന്ന ആളല്ല പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടേണ്ട ആളാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഭരണപക്ഷത്തിന് കൂടുതൽ വടി നൽകുന്ന ഒരവസ്ഥയാണ്. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയാറുണ്ട്. ഏതാണ്ട് ആ തരത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ മാതിരി പാണ്ഡ്യൻ നായരുടെ വലിയൊരു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഫലിക്കണമെങ്കിൽ കുറെ കൂടി കരുത്തുള്ള, കുറെ കൂടി വ്യക്തതയുള്ള ഒരു പുതിയ ലീഡർഷിപ്പ് അവർക്ക് വേണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിന് അങ്ങനെയൊന്ന് കിട്ടുമായിരിക്കും ഭാവിയിൽ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക.